ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാത്ത് ഓഫ് വിസ്ഡം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളത് പോയട്രീനെ കുറിച്ചിട്ടാണ്. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിളായി ഒന്ന് കാണിച്ചിട്ടുണ്ട്. സോണറ്റ് 18 ബൈ വില്യം ഷേക്സ്പിയറിൻ്റെ. ഇതാണ് പോയട്രി എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു തന്നിട്ടുള്ളതാണ്. നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ പോംസ്, പോയട്രി പഠിച്ചിരുന്നു. ഇംഗ്ലീഷിലൊക്കെ കുറേ പോംസ് ഉണ്ടായിരുന്നു. കൂടുതലും നമ്മൾ പോംസ് ആണ് പഠിക്കാറുള്ളത്. ഈ പോം എന്നുള്ളത് പോയട്രീൻ്റെ എ പീസ് ഓഫ് പോയട്രിയാണ് പോം എന്നുള്ളത്. മനസ്സിലാക്കുക, പോയട്രി എന്നുള്ളത് ഫുള്ള് കളക്ഷൻ ഓഫ് വർക്ക് മൊത്തത്തിൽ പറയുന്നതാണ് പോയട്രി. പോം എന്നുള്ളത് ഈ പോയട്രീൻ്റെ ഒരു ഭാഗമാണ് പോം എന്നുള്ളത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എന്താണ് ഈ പോയട്രീൻ്റെ ഒറിജിൻ എന്താണ്, ടൈപ്സ് ഓഫ് പോയട്രി എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ആദ്യമായിട്ട് നമുക്ക് ഡെഫിനീഷൻസ് നോക്കാം. ഡെഫിനീഷന് എല്ലാം കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 1 or 2 ഒന്ന് പഠിച്ചു വെക്കുക, ബാക്കിയൊന്ന് മനസ്സിലാക്കി വെക്കാം. ഞാൻ കുറച്ചെണ്ണം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് വൺ, തോമസ് കാർലൈൽ പറയുന്നത് പോയട്രി ഈസ് എ മ്യൂസിക്കൽ തോട്ട്. ഒരു പാട്ട് പോലെ പാടുന്നതാണ് പോയട്രി എന്നുള്ളത്. ആൻഡ് PB ഷെല്ലി പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പ്രഷൻ ഓഫ് ഇമാജിനേഷൻ. എഴുതുന്ന ആളുടെ ഇമാജിനേഷന് എക്സ്പ്രസ് ചെയ്യുന്നുള്ളതാണ് ഈ ഒരു പോയട്രിയിലൂടെ. പിന്നെ പറയുകയാണെങ്കിൽ റോബർട്ട് ഫ്രോസ്റ്റ് നമുക്കെല്ലാവർക്കും ഫേമസ് ആണ്. പോയട്രി ഈസ് വെൻ ആൻ ഇമോഷൻ ഹാസ് ഫൗണ്ട് ഇറ്റ്സ് തോട്ട് ആൻഡ് ദ തോട്ട് വാസ് ഫൗണ്ട് വേർഡ്സ്. ഇമോഷന് തിങ്കിങ്ങിലേക്ക് എത്തിക്കുകയും ആ തിങ്കിങ്ങിനെ വേർഡ്സ് ആക്കി മാറ്റുകയും ചെയ്യുന്നുള്ളതാണ് പോയട്രി എന്നുള്ളത്. ദാറ്റ് നമ്മുടെ ഇമോഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇമോഷൻസ്? സന്തോഷം വരുന്ന സമയത്ത് സന്തോഷത്തോടെയുള്ള പോയട്രി എഴുതുന്നുണ്ട്, സങ്കടം വരുന്ന സമയത്ത് സങ്കടത്തോടുള്ള പോയട്രി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇമോഷൻ എന്താണ്, ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വേർഡ്സ് ആണ് പോയട്രി എന്നുള്ളത്. ജസ്റ്റ് വായിച്ചിട്ട് നോക്കാം ബാക്കിയുള്ളതൊക്കെ. ഓക്കെ, അടുത്തത് പോയട്രി എന്താണെന്ന് നോക്കാം. പോയട്രി എന്നുള്ള വേർഡ് ഗ്രീക്ക് വേർഡായ പോയറ്റീസ് എന്ന വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. ആ വേർഡിൻ്റെ മീനിങ് ആണ് ക്രിയേറ്റർ. ഇവിടെ പോയറ്റാണ് ക്രിയേറ്ററായി നമുക്ക് പറയാൻ പറ്റുക. ബിക്കോസ് പോയട്രി എഴുതുന്ന ആളാണ് ക്രിയേറ്റർ. ഏത് സംഭവത്തിനെയും ക്രിയേറ്റ് ചെയ്യുന്നത്, കൊണ്ടുവരുന്നുള്ള ആളാണ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ എഴുതുന്ന ആളെയാണ് നമുക്ക് ക്രിയേറ്റർ എന്ന് പറയാൻ പറ്റുക. ഹി ഈസ് എ പേഴ്സൺ who makes poems with his or her imaginative power. He transports us to his world. ഏതൊരു പോയട്രി വായിക്കുന്ന സമയത്തും റീഡറിനെ ആ ഒരു റൈറ്ററിൻ്റെ വേൾഡിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നുള്ളത്. ഇറ്റ് ക്യാൻ ബി ഫിലോസഫിക്കൽ, ഇമോഷണൽ ഓർ സെൻറ്റിമെൻ്റൽ. ഏത് ഇമോഷന് വെച്ചിട്ട് വേണമെങ്കിലും പോയട്രി എഴുതിയിട്ടുണ്ടാവാം. പോയട്രി എന്നുള്ളത് ഇറ്റ് ഈസ് എ വേ ഓഫ് കണക്റ്റിംഗ് മോർ ഡീപ്ലി വിത്ത് വൺ സെൽഫ് ത്രൂ ദ മീഡിയം ഓഫ് ലാംഗ്വേജ്. പോയട്രി എഴുതുന്നുള്ള സമയത്ത് പോയറ്റ്സിന് പോയറ്റിക് ലൈസൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പോംസ് എഴുതാനുള്ള ലൈസൻസ് അവർക്കുണ്ട്, ഫ്രീഡം അവർക്കുണ്ട്. ബിക്കോസ് അവരുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേ ആണ് ഈ ഒരു പോയട്രി എന്നുള്ളത്. അതുകൊണ്ട് ആ പോയട്രിക്ക് സത്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, മീൻസ് അവരുടെ ഇമോഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും എഴുതാൻ വേണ്ടി പറ്റും. ദാറ്റ് മീൻസ് ദേ ഹാവ് ദ പോയറ്റിക് ലൈസൻസസ്. അടുത്തതായി ഒറിജിൻ ഓഫ് പോയട്രി നോക്കാം. ഒറിജിൻ ഓഫ് പോയട്രി ഇന്ന കാലത്ത് തുടങ്ങിയതാണെന്ന് പറയാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. ബിക്കോസ് പോയട്രി എന്നുള്ളത് ആൻറ്റിക്യൂറ്റി, പുരാതന കാലത്തെ വന്നിട്ടുള്ളൊരു സംഭവമാണ് പോയട്രി എന്നുള്ളത്. പുരാതന കാലത്ത് ഇറ്റ് വാസ് ഇൻ ഓറൽ ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്, വാക്കിലൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. എഴുതിയത് പിന്നീടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ ഒരു ഓറലി ഉള്ളതും എന്താണ് പോയട്രി ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. 1800 BCE ആൻഷ്യൻ സുമേറിയൻ പോംസ് ആയ എപ്പിക് ഓഫ് ഗിൽഗമേഷ് വന്നിട്ടുള്ളത്. അതൊരു ഏറ്റവും ഏർലിയസ്റ്റ് എക്സാമ്പിൾ ഓഫ് പോയട്രി ആണ്. പിന്നെ 1700 to 1100 BCE വന്നിട്ടുള്ള ഇന്ത്യൻ വേദാസും എക്സാമ്പിളാണ്. പിന്നെ മഹാഭാരത, രാമായണ, ഇതൊക്കെ പണ്ട് കാലത്തുള്ള ഓറലി വന്നിട്ടുള്ള പോയട്രിൻ്റെ എക്സാമ്പിൾസാണ്. ശേഷമാണ് ഈ ഓറൽ ട്രഡീഷനെ മാറ്റിയിട്ട് അവരെന്നെ റിട്ടേൺ ഫോമിലേക്ക് ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ എന്നുള്ളത് പണ്ട് മുതലേ പുരാതന കാലത്തെ ഈ ഒരു പോയട്രി എന്ന് പറയുന്ന സംഭവം വന്നിട്ടുണ്ട്. ഈ ഒരു റിട്ടേൺ ഫോമിൽ മാത്രമല്ല ഓറൽ ഫോമിൽ പറയുന്നതും എന്താണ് പോയട്രി ആണ് എന്ന് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അടുത്തതായി ക്ലാസിഫിക്കേഷൻ ഓഫ് പോയട്രി, ഫീച്ചേഴ്സ് ഓഫ് പോയട്രി, ഹൗ ടു റീഡ് എ പോം. ഇത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ ഓൾ, താങ്ക് യു, ബൈ.